ഇന്ന് ജൂലൈ 8 ലോക അലർജി ദിനം. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജി. അലർജി രണ്ട് തരത്തിലാണ് ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും ത്വക്രോഗ അലർജികളും ശ്വാസകോശ അലർജികളും. ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് എടുക്കേണ്ടതുണ്ട്. അതിന് ഉള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ വേൾഡ് അലർജി ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ശ്വാസകോശ അലർജി രോഗങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ തുമ്മൽ, അതുപോലെ തന്നെ ജലദോഷം, അതുപോലെ തന്നെ ത്വക്രോഗ അലർജിയിൽ സാധാരണ കാണുന്നത് പ്രാണികൾ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സ്പോഷർ ആയിട്ടുള്ള പൊള്ളൻസ്, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, ഇതുമൂലം ഉണ്ടാകുന്ന ആർട്ടിക്കേറിയ. ഇത് രണ്ട് അസുഖങ്ങളും നമ്മൾ ഒരേ രീതിയിൽ വേണം നമ്മൾ ഇതിനെ ചികിത്സിക്കാൻ. ഇത് എല്ലാവരിലും ഒരേപോലെ ലക്ഷണങ്ങൾ കണ്ടു വരണമെന്നില്ല. ചിലർക്ക് കുറച്ച് സിവിയർ ആവാം, ചിലവർക്ക് വളരെ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ വളരെ കാലങ്ങളോളം അത് കാലപ്പഴക്കത്തിനനുസരിച്ച് വേണം ഇതിന്റെ ചികിത്സയും അതിന്റെ ഔഷധങ്ങളും നമുക്ക് നിർണ്ണയിക്കാൻ. പ്രധാനമായിട്ടും ഇതിന്റെ ഡയഗ്നോസിസ് ആണ് നമ്മൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇതിന്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് ഇതിന്റെ നമ്മുടെ ശരീരത്തിലെ ഈ അലർജി, അതായത് ഓവർ സെൻസിറ്റീവ് ആണ് നമ്മുടെ പ്രകൃതിയോടും, അതുപോലെ തന്നെ നമ്മളെ എക്സ്പോഷേഴ്സ്, പൊടി, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതിനെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ അതിനെ പ്രതികരിക്കുന്ന ശരീരത്തിന്റെ ഓവറായിട്ടുള്ള പ്രതികരണമാണ് പ്രധാനമായിട്ട് നമ്മൾ അലർജി എന്ന ഈ പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹോമിയോപ്പതിയിൽ ഇതിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയും ഔഷധങ്ങളും ഉണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് ആദ്യം ഡയഗ്നോസ് ചെയ്യുക. ഇത് എന്താണ് എന്തിനോടാണ് കൂടുതൽ അലർജി ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇപ്പൊ സാധാരണയായിട്ട് നമുക്ക് തുമ്മലൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഏർലി മോർണിംഗ് സ്നീസിങ് എന്ന് പറയും. എണീച്ച ഉടനെ തന്നെ നമ്മൾ വാതിൽ തുറന്ന് അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ തുമ്മൽ വരുന്ന രോഗികൾ ധാരാളമുണ്ട്. അതോടൊപ്പം മുഖം കഴുകുന്ന സമയത്ത് തുമ്മല്, പിന്നെ കുളി കഴിഞ്ഞാൽ ഉടനെ തുമ്മല്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കുത്തുന്ന മണങ്ങൾ, ഫ്യൂംസ്, ഇതെല്ലാം മൂലം ഉണ്ടാവുന്ന നമുക്ക് ഇൻടോളറൻസ് ആണ്. AC റൂമിലേക്ക് കയറുമ്പോഴേക്കും നമുക്ക് തുമ്മൽ വരും. AC റൂമിൽ നിന്ന് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തുമ്മൽ വരുന്നു. ഇങ്ങനെ ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട്, തണുപ്പ്, ഇതിനെല്ലാം ഇൻടോളറൻസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ പിന്നീടുള്ള കോംപ്ലിക്കേഷനിലേക്ക് സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ റൈനൈറ്റിസ്, അലർജി അല്ലെങ്കിൽ സ്നീസിങ് എന്നൊക്കെ രീതിയിൽ വന്ന ഒരു രോഗിക്ക് ഒരുപക്ഷെ കുറെ കാലം ഈ സ്നീസിങ് നിലനിൽക്കുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ ബ്രോങ്കൈറ്റിസ്, അതുപോലെ തന്നെ ആസ്മ തുടങ്ങിയ രോഗങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ കോംപ്ലിക്കേഷന്റെ സാധ്യത തിരിച്ചറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രധാനമായിട്ടും ഇതിൽ ഡയഗ്നോസ്റ്റിക് ഒരു വാല്യൂസ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ CBC ബ്ലഡ് കൗണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുക. അതോടൊപ്പം ബ്ലഡിൽ ഈസ്നോഫിൽസ് കൂടുതലായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈസ്നോഫീലിയ എന്നാണ് ഇതിന് സാധാരണ നമ്മൾ ഡോക്ടേഴ്സ് പറയാറുള്ളത്. ഈസ്നോഫിൽസ് കൂടിയിട്ടുണ്ടാവും. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചും കൂടെ കാലപ്പഴക്കമുള്ള രോഗികൾക്ക് നമ്മൾ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഇത് വളരെ കൂടുതലാണെങ്കിൽ ഇത് കുറച്ചു കൊണ്ടുവരിക. ഒപ്പം ഈ അലർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമുക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ അലർജി ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും കൂടുതൽ വിട്ടു നിൽക്കുക. കാരണം നമുക്കിപ്പോ പെറ്റ്സ്, ഇപ്പൊ പലരും ഉണ്ട് വീട്ടില്, താറാവ്, കോഴി, അതുപോലെ തന്നെ ഡോഗ്സ്, ഇതെല്ലാം ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ പൊടിപടലങ്ങളൊക്കെ ഒരു പക്ഷേ ശരീരത്തിൽ ഭയങ്കര അലർജി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ കിളികൾ ഒക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന അലർജികൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അതിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുക. കൃത്യമായ രീതിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അലർജി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഈസ്നോഫിൽസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അലർജിയുടെ ശക്തി ഉണ്ട് എന്ന് ഡോക്ടർ നിശ്ചയിക്കും. അതിന് തക്കവണ്ണം നമുക്ക് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള അലർജി രോഗങ്ങളുടെ കോംപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. പൂർണ്ണമായും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായുള്ള ഔഷധങ്ങളും ചികിത്സയും ഉണ്ട്.